പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രം എങ്ങനെയാണ് മരണം നടന്നത് എന്ന് വിധി എഴുതേണ്ടിയിരിക്കെ എന്തുകൊണ്ടാണ് ദിവസങ്ങളോളം ഈ കുടുംബത്തെ ഇങ്ങനെ ഇട്ട് നടത്തിച്ചത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മുറുകയിൽ ഒരു 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 മുറിവ് ഒരു സ്കാർ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കിഴക്കാന്തൂക്ക് ഡൈനിയിൽ പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടി പരുക്ക് പറ്റുമ്പോൾ മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള സ്കാർ ആയിരുന്നു അത്. പക്ഷെ ആ കുട്ടി അങ്ങനെ കിഴക്കാന്തൂക്ക് പോകാൻ മാത്രമുള്ള ഒരു വെള്ളമൊന്നും കാലിന്റെ ചെരിയാണിയോളം മാത്രം വെള്ളമേ ആ കടലിൽ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതിന് നടുവില് നമുക്കറിയാം ചാലിയാർ ഒരിക്കലും പറ്റാത്ത പുഴയാണ്. അതിന്റെ നടുവിലേക്ക് പോകുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പോലും ആ നടുവിൽ നിന്ന് കുട്ടിക്ക് വരാൻ മാത്രമുള്ള സമയം, ഈ കുട്ടി കരയിൽ അടിയാൻ മാത്രമുള്ള സമയം ഉണ്ടായിട്ടില്ല. പിന്നീട് വന്നിട്ടുള്ള ലോക്കൽ പോലീസ് ഭാഷ്യങ്ങളില് ഈ കുട്ടി കൈ തട്ടി പടച്ചപ്പോ മരണവെപ്രാളത്തിൽ ഊരിപ്പോയതാണ് ഈ കുട്ടിയുടെ മേൽക്കുപ്പായം കുർത്ത എന്നുള്ളതായിരുന്നു. പക്ഷെ കഴുത്തിലും കൈകളിലും ഇലാസ്റ്റിക് ഉണ്ടായിരുന്ന കുർത്ത തട്ടിപ്പടച്ചപ്പോ ഊരിപ്പോവുകയും ഒരു കെട്ടുമില്ലാതിരുന്ന ചെരുപ്പ് കാലുകളിൽ അതേപടി കടക്കുകയും ചെയ്തു എന്നുള്ളത് കുടുംബത്തെ ഈ കുട്ടിയുടേത് ആത്മഹത്യ അല്ലായിരിക്കാം എന്നുള്ള ഒരു സംശയത്തിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സംശയങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പലതവണ പറഞ്ഞെങ്കിലും അവരതിനെയൊന്നും കണക്കിലെടുക്കാത്ത രീതിയിൽ ഇത് ആത്മഹത്യയാണ് എന്ന് കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഇവരെ കുടുംബം അതിർത്തി രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നെങ്കിലും ക്രൈംബ്രാഞ്ചും കുടുംബത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലുള്ള പോയിന്റ്സിലേക്ക് അന്വേഷണത്തെ ഫോക്കസ് ചെയ്യുകയുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരു നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ബോധ്യമാണ് കുടുംബത്തോടൊപ്പം ഞങ്ങൾക്കും ഈ കൂട്ടായ്മയ്ക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ ഈ കുട്ടിയുടെ മരണത്തിലെ ദുരൂഹതയെ മാറ്റി തീർക്കുന്ന രീതിയിൽ കുടുംബത്തിന്റെയും ഈ കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഉന്നതതല അന്വേഷണം വരികയും അത് സത്യസത്യമായി നടക്കുകയും വസ്തുതയിൽ ഇതിൽ ഒരു പ്രതിയാണോ ഉള്ളത്, ഒന്നിലേറെ പ്രതികളാണോ ഉള്ളത് എന്നുള്ള വിധത്തിൽ തന്നെ ആ അന്വേഷണം മുമ്പോട്ട് പോവുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ എത്തിക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കാൻ തക്ക രീതിയിലുള്ള അവസ്ഥയിലാവുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരുവാണ്. വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.